കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ചർച്ച നടത്തി അവസാനം നാഷണൽ ഹൈവേ 66 ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റി സർക്കാരിന് വേണ്ടി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത്. അങ്ങനെ കേരള സർക്കാരിന് ധനപരമായ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് നാഷണൽ ഹൈവേ 66. മറ്റൊരു സംസ്ഥാനത്തിലെ നാഷണൽ ഹൈവേക്കും അതത് സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവൺമെന്റുമായി സാമ്പത്തിക പങ്കാളിത്തമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ നാഷണൽ ഹൈവേ 66 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് അത് അവസാനിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട് എന്നീ 5 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഈ ദേശീയപാതയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം ഒരു നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പദം ഉപയോഗിച്ചത്. കേരള ഗവൺമെന്റിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടിയാണ് നാഷണൽ ഹൈവേ 66 പ്രാവർത്തികമാക്കാൻ സാധിച്ചത് എന്നുള്ളത് കേരള വികസനത്തിന് അനിവാര്യമായ ഒരു കാര്യം എന്ന നിലയിലാണ് ഈ പദ്ധതിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കണ്ടത്. നമുക്കറിയുന്നതുപോലെ 5550 കോടി ഇതിനു വേണ്ടി നൽകിയത് കേരള ഗവൺമെന്റാണ്. കിഫ്ബി വഴിയാണ് നമ്മളത് നൽകിയത്. യഥാർത്ഥത്തിൽ ഈ 5550 കോടി നൽകിയപ്പോൾ ഇതിനെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചു. രണ്ടും ചേരുമ്പോൾ കേരളത്തിന് വന്ന ബാധ്യത 11,160 കോടി രൂപയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് കേരളം ഏറ്റെടുക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കേരളം ചെലവാക്കിയ ഈ പണത്തിന് തിരിച്ചടവില്ല. കേന്ദ്രം ചെലവാക്കാൻ പോകുന്ന പണം മുഴുവൻ പലിശ സഹിതം ടോളായി തിരിച്ചുപിടിക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളം പൊതുവെ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ പണം ചെലവഴിച്ചത് എന്നർത്ഥം. നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരമാണ് UDFും BJPയും നടത്തിയത്. അതിനെതിരായിട്ട് കണ്ണൂരിലെ തളിപ്പറമ്പിൽ കീഴാറ്റൂരിൽ കോൺഗ്രസും BJPയും നയിച്ച സമരം KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും BJP നേതാവ് PK കൃഷ്ണദാസും അന്ന് കേരള കോൺഗ്രസ് നേതാവായിരുന്ന PC ജോർജും BJP നേതാവ് ഇന്നത്തെ മന്ത്രിയുമായ സുരേഷ് ഗോപിയും അവരാണ് ബൈപ്പാസ് വിരുദ്ധ സമരം നയിച്ചത്. നന്ദിഗ്രാമിലെ മണ്ണ് കീഴാറ്റൂരിലിട്ട് അവര് ഹൈവേ വിരുദ്ധ സമരത്തിന് ആക്കം കൂട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടാണ്
ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങ് അതൊരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ വേദിയാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ തുക മുടക്കിയ പദ്ധതിയാണ്. PWയുടെ പേരിൽ കരാർ ഒപ്പിട്ട പദ്ധതിയാണ്. മറ്റൊരു സംസ്ഥാനവും ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടില്ല. കേരളം മാത്രമാണ് അത് നൽകിയത്. അതിൽ കേന്ദ്രത്തിൻ്റെതൊക്കെ കടുത്ത നടപടി പോലും കേരളം നേരിട്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കൊരു രാഷ്ട്രീയ പക്ഷപാതിത്വം കേന്ദ്രം കാണിച്ചിരിക്കുന്നത് എന്ന ഗുരുതരമായ വിമർശനമാണ് ഇപ്പോൾ CPIM ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.